ബിഗ് ബോസിലൂടെ നിരവധി ആരാധകരെയാണ് നൂറയ്ക്ക് സൃഷ്ടിക്കാനായത്. നൂറയോട് ക്രഷ് എന്ന് പറഞ്ഞ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോകളും കമന്റുകളുമെല്ലാം ഒരുപാട് വരുന്നുണ്ട്. ബിഗ് ബോസിലെ സഹമത്സരാർത്ഥിയായിരുന്ന നൂറയോട് ക്രഷ് തോന്നിയിരുന്നു എന്ന ചോദ്യത്തിന് മസ്താനിയുമായുള്ള ഒരു അഭിമുഖത്തിൽ ആര്യൻ മറുപടി നൽകിയിരുന്നു. മസ്താനിയുടെ ചോദ്യത്തിന് ആര്യൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ബിഗ് ബോസ് ഹൗസിൽ വെറുതെ എല്ലാവരും ഞങ്ങളെ കളിയാക്കിയതാണ്. രൺബീർ, കുന്നംകുളം, ആലിയ ഭട്ട് എന്നിങ്ങനെയാണ് പറഞ്ഞത്. എനിക്ക് നൂറയെ ഇഷ്ടമാണ്. നൂറ നൈസ് ഗേൾ ആണ്, അത്രയേ ഉള്ളൂ. നൂറ ഫൺ പേഴ്സൺ ആണ്, നല്ല ചിരിയാണ്, അത്രയേ ഉള്ളൂ. ക്രഷ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നൂറയോട് ക്രഷ് തോന്നുന്നത്? നൂറ ലെസ്ബിയൻ ആണ്. അങ്ങനെയെങ്കിൽ പോലും സുഹൃത്ത് എന്ന നിലയിലാണ് നൂറയെ കണ്ടിട്ടുള്ളത്. നൂറയോട് ഫ്രണ്ട്ഷിപ്പിനപ്പുറം ഞാനൊന്നും നോക്കിയിട്ടില്ല. ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പിനോട് ഞാൻ പോയിട്ടുമില്ല. കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കും, ഭക്ഷണം കഴിച്ചോ, അങ്ങനെ എന്തെങ്കിലും, അത് മാത്രമേ ഉള്ളൂ. വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ആര്യന്റെ വാക്കുകൾ. ബിഗ് ബോസിൽ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ നൂറയും ആര്യനും തമ്മിലായിരുന്നു വലിയ മത്സരം നടന്നത്. ഒടുവിൽ ടാസ്ക് മാസ്റ്ററായ ആര്യനെ വെട്ടിച്ച് നൂറ ടിക്കറ്റ് ടു ഫിനാലയിൽ ജയിക്കുകയായിരുന്നു. ബിഗ് ബോസിന്റെ ടോപ്പ് 10 ഇടം നേടാനായി ആര്യന് സാധിച്ചിരുന്നു. 84-ാം ദിവസമായിരുന്നു ആര്യൻ എവിക്റ്റായി പുറത്തായത്. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷവും മത്സരാർത്ഥികൾ പ്രേക്ഷകപ്രിയ താരങ്ങളായി മാറുന്ന കാഴ്ചകളാണ് ഇപ്പോഴും കാണുന്നത്. അപ്പോൾ കൂടുതൽ മലയാളം എന്റർടൈൻമെന്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.